രാത്രി കൊണ്ട് ഇസ്രയേലിനെയും നെതന്യാഹുവിനെയും വിറപ്പിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം. ബങ്കർ വിട്ടിറങ്ങാനാവാതെ നെതന്യാഹുവും മന്ത്രിമാരും മണിക്കൂറുകളാണ് കഴിച്ചുകൂട്ടിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ബങ്കറുകളുടെ സുരക്ഷയിൽ കഴിച്ചുകൂട്ടി. ഇസ്രയേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേലിന് സഹായമായി വരുന്നവരെയും വെറുതെ വിടില്ല എന്ന് ഇറാന്റെ പ്രസ്താവന. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ സെൻട്രൽ ഇസ്രയേലിലെ ജാഫയിൽ ചൊവ്വാഴ്ച രാത്രിയുണ്ടായ വെടിവെപ്പിൽ 8 മരണമെന്ന് റിപ്പോർട്ടുകൾ. ഭീകര ആക്രമണമാണ് നടന്നത് എന്നാണ് വിലയിരുത്തൽ. വെടിവെപ്പ് നടത്തിയ 2 പേരെ സുരക്ഷാസേന വധിച്ചു. മരണസംഖ്യ ഉയരാനിടവുണ്ട് എന്നാണ് സൂചന. ആയുധങ്ങളുമായി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യം ലഭിച്ചതിന് പിന്നാലെയാണ് 2 ആക്രമികളെ സുരക്ഷാസേന വധിച്ചിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ ഇറാൻ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇതോടെ ആശങ്കകൾ വർദ്ധിക്കുന്നു. ഇതിന് പിന്നിൽ 2 രാജ്യങ്ങളിലെയും നേതാക്കന്മാർ നടത്തിയ ചില പ്രസ്താവനകളും കാരണമാവുകയാണ്. ഇറാൻ ചെയ്തത് തെറ്റാണെന്നും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരണം നടത്തിയിരുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം പരാജയപ്പെട്ടുവെന്നും ശക്തമായ രീതിയിൽ ഇസ്രയേൽ മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഞങ്ങളെ ആരാക്രമിച്ചാലും അവരെ ഞങ്ങൾ തിരിച്ചാക്രമിച്ചിരിക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിന്റെ മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തി. ഇസ്രയേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണിത് എന്നും ഇനിയും തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകും എന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകര പ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിത് എന്നും ഇറാൻ കൂട്ടിച്ചേർത്തു. ഇതോടെ അക്രമം അതിരൂക്ഷമാകുന്നു എന്ന ഭീതിയും ഉയരുകയാണ്. ഇറാൻ അയച്ച 200-ലേറെ ബാലിസ്റ്റിക് മിസൈലുകളുടെ അഗ്നിമഴയിൽ ടെൽ-അവീവ് ഉൾപ്പെടെ മുഴുവൻ ഇസ്രയേൽ നഗരങ്ങളും കിടുങ്ങി വിറച്ച രാത്രിയായിരുന്നു കഴിഞ്ഞുപോയത്. മുഴുവൻ ജനങ്ങളോടും ബങ്കറുകളിലേക്ക് മാറാനായിരുന്നു നിർദ്ദേശം. ബെൻ-ഗുരിയോൺ ഉൾപ്പെടെ എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെച്ചു. വ്യോമ അതിർത്തി പൂർണ്ണമായും അടച്ചിട്ടു. റെയിൽ ഗതാഗതവും നിർത്തി. ഇറാൻ തിരിച്ചടിക്കില്ലെന്ന കണക്കുകൂട്ടൽ ഇസ്രയേലിന് തെറ്റിയതോടെ ഇനി എന്ത് എന്ന ഭയത്തിലാണ് നെതന്യാഹുവും സൈനിക നേതൃത്വവും എന്ന റിപ്പോർട്ടുകൾ. മിസൈലുകൾ പലതും ലക്ഷ്യം കണ്ടതായിട്ടാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ അതേസമയം മിസൈൽ ആക്രമണം പരാജയമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും പറയുന്നു. ഇറാഖിലും ജോർദാനിലും US സെൻട്രൽ കമാൻഡ് ഇടപെടൽ മൂലം നിരവധി ഇറാൻ മിസൈലുകൾ പ്രതിരോധിച്ചതായിട്ടാണ് പെന്റഗൺ അറിയിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ച മിസൈലുകൾ വ്യാപക നാശനഷ്ടങ്ങളും ആളപായവും സൃഷ്ടിച്ചതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രയേൽ മൗനം പാലിക്കുകയാണ്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയുടെയും വധത്തിനുള്ള നിയമാനുസൃത തിരിച്ചടിയുടെ ആദ്യഘട്ടം മാത്രമാണിത് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. പ്രതികാരത്തിന് തുനിഞ്ഞാൽ ഇസ്രയേലിനെതിരെ ഏതറ്റം വരെ പോകാനും സജ്ജമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനെ ഏതെങ്കിലും രാജ്യം പിന്തുണയ്ക്കുകയാണെങ്കിൽ മേഖലയിൽ അവരുടെ ആസ്ഥാനങ്ങൾക്കും താൽപര്യങ്ങൾക്കുമെതിരെ മാരക തിരിച്ചടി ഉറപ്പാണെന്നും ഇറാൻ സൈനിക മേധാവിയുടെ താക്കീതിൽ പറയുന്നുണ്ട്. ബെയ്റൂത്തിലും വെസ്റ്റ് ബാങ്കിലും ഇറാനെ പിന്തുണച്ച് പ്രകടനം നടന്നിരിക്കുകയാണ്. തെഹ്റാനിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി തിരിച്ചടി ആഘോഷമാക്കി. അതേസമയം ഉചിത സമയത്തും സ്ഥലത്തും തിരിച്ചടി നൽകും എന്ന ശക്തമായ ഉറപ്പിൽ നിൽക്കുകയാണ് ഇസ്രയേൽ സൈനിക നേതൃത്വം. മേഖലാ യുദ്ധ സാധ്യത വർദ്ധിച്ചതോടെ ഇറാഖ്, ജോർദാൻ, ഇസ്രയേൽ, ലബനൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ വിമാന സർവീസുകൾ പലതും നിർത്തിവെച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 10 മണിവരെ തെഹ്റാൻ വിമാനത്താവളം അടച്ചിടും. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഉറപ്പു നൽകിയിരിക്കുന്നു. സംഘർഷം വ്യാപിച്ചതോടെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ അടിയന്തര UN രക്ഷാസമിതിയും ഇന്ന് യോഗം ചേരുകയാണ്. അതിനിടെ ബെയ്റൂത്ത് ഉൾപ്പെടെ ലബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ കരസേന ഇതുവരെ ലബനൻ അതിർത്തി കടന്നിട്ടില്ല എന്നും എത്തിയാൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഒരുക്കമാണെന്നും ഹിസ്ബുള്ള ആവർത്തിച്ചു. ഇസ്രയേൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 100 കണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള വർഷിച്ചത്. ഇസ്രയേലിലെ ഇന്ത്യക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഷെൽട്ടറുകളിലേക്ക് മാറാൻ എപ്പോഴും തയ്യാറായിരിക്കണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. എല്ലാവരും ജാഗ്രത പാലിക്കാനും ആവശ്യമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ എംബസി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും എംബസി അറിയിച്ചു. സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്ന് ഇസ്രയേലിലെ US എംബസി ജീവനക്കാർക്കും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇസ്രയേലിലെ വിമാനത്താവളങ്ങൾ അടച്ചു. ജോർദാനിൽ വ്യോമഗതാഗതം നിർത്തി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇസ്രയേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. 180-ലധികം മിസൈലുകളാണ് ഇസ്രയേലിന് ഇറാൻ വർഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹിസ്ബുള്ള മേധാവി നസ്രുള്ളയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയും വധിച്ചതിന് പ്രതികാരമായിട്ടാണ് ഇറാന്റെ മിസൈൽ ആക്രമണം. ഇസ്രയേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ശ്രമിക്കുന്നു എന്ന അമേരിക്കൻ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ആക്രമണം തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.